ജനങ്ങളാ സർ ക്യാപ്റ്റൻ. ജനങ്ങളാണ് നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുക. കേരളത്തിലെ കോൺഗ്രസ്സിലെ എല്ലാവരും UDFിലും എല്ലാവരും അതേ ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കും കുറച്ച് പേര്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചൂടാക്കിയിട്ട്. ഇതൊന്നും ചൂടാവേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായിട്ടുള്ള നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വിജയമാണ്. അതിൽ വ്യക്തിപരമായിട്ട് ആരുടെയും വിജയമല്ല, വ്യക്തിപരമായ ആരുടെയും പരാജയമല്ല. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ എല്ലാവരുടെയും വിജയമാണ്, അങ്ങനെയാണ് വ്യക്തിപരമായ ആരുടെയും വിജയമല്ല. ആ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതായത് ഒരു യോജിച്ച മുന്നേറ്റത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം, പാർട്ടി പ്രവർത്തകർക്കും അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തരംഗമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നത്. പത്ത് വർഷക്കാലമായിട്ട് ഭരണമില്ലാതെ ഇരിക്കുന്ന, അതിൻ്റെ അധികാരമോ സ്വാധീനമോ ഇല്ലാതെ ഭരണത്തിൻ്റെ എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ. കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നൂറുകണക്കിന് കേസുകൾ, കള്ളക്കേസുകൾ, അതുപോലെ അക്രമങ്ങൾ, അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ സമാനതകളില്ലാത്തൊരു പോരാട്ട വീര്യം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് UDFിൻ്റെ പ്രവർത്തകന്മാരുടെയും. നിങ്ങൾക്കറിയാം, പോളിംഗ് ദിവസം പോലും UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ, ഏജൻറ്റുമാർക്കെതിരെയൊക്കെ നടന്ന ആക്രമണങ്ങൾ, ഇപ്പം ഇന്നലെ വിജയദിനത്തിൽ നടന്ന ആക്രമണങ്ങളും എല്ലാം തന്നെ എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് UDFിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഫീൽഡിൽ നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ആ വലിയ സേവനത്തെ, ഈ വിജയം 10 വർഷത്തെ ഭരണത്തിന് പുറത്തിരുന്നിട്ടുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേടിയെടുത്ത വലിയ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒരിക്കൽ കൂടി അങ്ങേയറ്റം തുറന്ന മനസ്സോടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടി വേണ്ടി അഭിനന്ദിക്കാനും എല്ലാവിധമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ 14 DCCകളും ആ DCCകളുടെ കൂടെയുള്ള കോർ കമ്മിറ്റികളും നേതാക്കന്മാരായിരുന്നവരും അവർ അഹോരാത്രം കഷ്ടപ്പെടുകയും പാടുപെടുകയും ചെയ്തിട്ടുള്ളതിന് പിന്നിൽ ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സാധിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, വളരെ ചിട്ടയായിട്ടുള്ള, കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള, സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും ക്യാമ്പയിനിങ്ങിലും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. KPCC കഴിഞ്ഞ 1 കൊല്ലമായിട്ട്, അത് സുധാകരൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പം പ്രിയപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ വളരെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് കൂടി വിജയം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വിജയം സമ്മാനിക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനം വെറുത്തൊരു സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഇത്രമാത്രം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓരോ പ്രവർത്തനങ്ങളിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ള കാര്യമാണ്. നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സറണ്ടർ മൂഡിലായിരുന്നു കേന്ദ്രവുമായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വിജയം BJP നേടിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ ആഹ്ലാദമൊന്നുമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ നേടാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അതാരുണ്ടാക്കിയതാണ്? തൃശ്ശൂരിലത്തെ പാർലമെൻറ്റിലേക്ക്, തൃശ്ശൂർ പാർലമെൻറ്റിലേക്ക് ഒരു അംഗത്തെ BJPക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരത്തിൻ്റെ വിവാദങ്ങളും
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല, അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി വരെ, CPI സ്ഥാനാർത്ഥി വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. കാര്യം അവരുടെ നിലപാടുകൾ എങ്ങനെയാണ്? ഇപ്പോൾ PM ശ്രീയും ലേബർ കോഡും ദേശീയപാത അഴിമതികളൊന്നും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ CPM അണികൾക്ക് പോലും ചിന്തയുണ്ടാക്കിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായ സമീപനം BJPയോട് നേതാക്കന്മാർ സ്വീകരിക്കുമ്പോൾ പിന്നെ അവർക്കെന്താ സ്വീകരിക്കാത്തത്? അതുകൊണ്ടാണ് CPMൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഒലിച്ചു പോയത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? മോഡി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക. ഇതാണ് നയം. പാർട്ടിയുടെ നയം എന്തായിക്കോട്ടെ, സർക്കാരിൻ്റെ നയം ഇതാണ് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അതുമൂലം CPMൻ്റെ പ്രവർത്തകർക്ക് BJPയോട് അടുക്കുന്നതിനോ അവർക്ക് വോട്ട് ചെയ്യുന്നതിനോ ഒരു മടിയില്ല. അവസരത്തിനൊത്ത് നയം മാറേണ്ടതല്ല രാഷ്ട്രീയ നയങ്ങൾ. അതിൻ്റെ ഫലമാണ് തൃശ്ശൂർ പാർലമെൻറ്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി BJP കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തു വന്നാലും ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന് പറയുന്ന സമീപനമാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോഴും 19 മുതൽ നടക്കുന്ന ആ കൊള്ളയെ പ്രോത്സാഹിപ്പിച്ചത് CPM നയിക്കുന്ന ദേവസ്വം ബോർഡാണ്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് ആരെയും കണ്ടുപിടിക്കില്ലായിരുന്നു. അപ്പോൾ അവരെ ഹൈക്കോടതി കണ്ടുപിടിച്ച് SIT അറസ്റ്റ് ചെയ്തിട്ടും ആ പ്രതികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്താമോ നടത്തുകയാണ് ചെയ്തത്. ഇതുപോലെ സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ടോ? ശബരിമലയുടെ കാര്യത്തിൽ ഇതാണ് അവരുടെ നിലപാട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രി, ഇപ്പം നിങ്ങൾക്ക് ഡൽഹി മാധ്യമ പ്രവർത്തകർക്കറിയാം, ഇപ്പം നിർമ്മലാ സീതാരാമൻ്റെ കൂടിക്കാഴ്ചയായാലും അമിത്ഷായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്നൊരു തെറ്റുമില്ല. പക്ഷേ ആ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള മാനം അതിനുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തുമ്പോൾ ഈ അന്തർധാരകൾ കേരളത്തിലെ ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.